നടിയെ ആക്രമിച്ച കേസിന്റെ വിധി പ്രസ്താവനയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം ഇൻഡസ്ട്രിയെ ബാധിച്ച മറ്റൊരു കേസില്ലെന്ന് എന്ന് തന്നെ പറയാം. മലയാള സിനിമയെ നടിയെ ആക്രമിച്ച കേസിന് ശേഷവും മുൻപും എന്ന തരത്തിൽ കൃത്യമായി വിഭജിക്കപ്പെട്ട ഒന്നുകൂടിയാണിത്. അതിനാൽ തന്നെ 8 വർഷത്തിനു ശേഷം ഡിസംബർ 8-ന് വരുന്ന വിധിക്ക് ഏറെ സുപ്രധാനമാണ്. 7 വർഷം നീണ്ട ഈ കേസിന്റെ വാദപ്രതിവാദങ്ങൾക്കും വിചാരണയ്ക്കും ഇടയിൽ 28 പ്രോസിക്യൂഷൻ സാക്ഷികളാണ് കൂറുമാറിയത്. തന്റെ ഇപ്പോഴത്തെ ഭാര്യ കാവ്യ മാധവനുമായുള്ള വിവാഹേതര ബന്ധത്തെക്കുറിച്ച് അന്നത്തെ ഭാര്യ മഞ്ജു വാര്യരെ അറിയിച്ചതിന് ദിലീപ് അതിജീവിതയോട് കടുത്ത പകയുണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഈ പകയെക്കുറിച്ച് തനിക്ക് അറിയാമായിരുന്നുവെന്ന് മഞ്ജു തന്നെ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. അതിജീവിതയോട് പ്രതികാരം ചെയ്യാനായി പൾസർ സുനി എന്ന ഗുണ്ടയെ കൊണ്ട് അവളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കാനും അത് ചിത്രീകരിക്കാനും ഏൽപ്പിച്ചത് ദിലീപാണെന്ന് എന്നാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ. അതിജീവിതയോട് ദിലീപിന് വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് അറിയാമായിരുന്നു എന്നായിരുന്നു പല സാക്ഷികളും ആദ്യം പോലീസിനോട് പറഞ്ഞത്. ദിലീപ് ഇരയായ സ്ത്രീകളുടെ ശത്രുത കണ്ടെത്താനും ഗൂഢാലോചനയ്ക്ക് രൂപരേഖ കണ്ടെത്താനും പ്രോസിക്യൂഷനെ സഹായിച്ചത് അവരുടെ പ്രാരംഭ മൊഴികളായിരുന്നു. എന്നാൽ പിന്നീട് സിനിമാ താരങ്ങളായ ഭാമ, ബിന്ദു പണിക്കർ, സിദ്ദിഖ്, ഇടവേള ബാബു തുടങ്ങിയവർ കൂറുമാറി. അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയായിരുന്നു. കാരണം അടുത്ത സുഹൃത്തുക്കളും ദീർഘകാല സഹപ്രവർത്തകരും മുമ്പ് അറിയാത്ത വ്യക്തികളും എല്ലാവരും നിശബ്ദമായി കൂറുമാറി. സിനിമാ താരങ്ങളല്ലാത്ത ചില സാക്ഷികൾ കൂറുമാറിയിരുന്നു. ദിലീപിന്റെ ആശുപത്രി പ്രവേശന രേഖകൾ വ്യാജമായി നിർമ്മിച്ചതായി ആരോപിക്കപ്പെടുന്ന ഡോക്ടർമാർ മുതൽ പൾസർ സുനിയെ നടനുമായി അടുപ്പിച്ചിരുന്ന മുമ്പ് തെളിവ് വെളിപ്പെടുത്തിയ ഹോട്ടൽ ജീവനക്കാർ വരെയുള്ള നിർണായക സാക്ഷികൾ ഇവരിൽ ഉൾപ്പെടുന്നു. ആലുവയിൽ അൻവർ മെമ്മോറിയൽ ആശുപത്രി ഡോക്ടർ ഹൈദരലിയും സഹോദരൻ സലീമും അത്തരം രണ്ട് സാക്ഷികളാണ്. 2017 ഫെബ്രുവരി 17 രാത്രിയിൽ താൻ ആശുപത്രിയിലായിരുന്നുവെന്ന് കാണിക്കുന്ന രേഖകൾ ദിലീപ് ഹാജരാക്കിയിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ സമയത്ത് ദിലീപ് ഉണ്ടായിരുന്നു എന്ന വാദം പ്രോസിക്യൂഷൻ പോലും ഉന്നയിച്ചില്ലായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇത്തരമൊരു രേഖ ഹാജരാക്കിയത്. എന്നാൽ ഇത് തെറ്റാണെന്ന് പോലീസ് കണ്ടെത്തി. ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഒരു നേഴ്സ് നടനെ അവിടെ പ്രവേശിച്ചതായി കാണിക്കാൻ രേഖകൾ വ്യാജമായി നിർമ്മിച്ചതാണെന്ന് കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഹൈദരലിയും സലീമും വിചാരണയ്ക്കിടെ തങ്ങളുടെ പങ്ക് നിഷേധിക്കുകയും ചെയ്തു. കാവ്യയുടെ ഉടമസ്ഥയിലുള്ള ലക്ഷ്യ എന്ന വസ്ത്രശാലയിലെ ജീവനക്കാരനായ സാഗർ വിൻസെന്റാണ് ആദ്യം കൂറുമാറിയ മറ്റൊരു സാക്ഷി. കുറ്റകൃത്യം നടന്ന 5 ദിവസത്തിനു ശേഷം ഫെബ്രുവരി 22-ന് പൾസർ സുനിയും മറ്റൊരാളും കട സന്ദർശിച്ച് ഒരു പാക്കേജ് കൈമാറിയെന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞിരുന്നു. വിചാരണ വേളയിൽ സാഗർ ഇത് നിഷേധിച്ചു. സംവിധായകൻ ബാലചന്ദ്രകുമാർ പിന്നീട് ഹാജരാക്കിയ വോയിസ് ക്ലിപ്പുകളിൽ ഒന്നിൽ മൊഴിമാറ്റാൻ ദിലീപിന്റെ അഭിഭാഷകൻ സാഗറിന് 5 ലക്ഷം രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തതായി പറഞ്ഞു. പിന്നീട് സാഗർ കോടതിയിൽ പോയി തന്റെ ആദ്യ മൊഴിയിൽ നിന്ന് കള്ളം പറഞ്ഞതായി സമ്മതിച്ചു. കാവ്യ മാധവന്റെ സഹോദരൻ മിഥുനും ഭാര്യ റിയയും ലക്ഷ്യയുടെ പങ്കാളികളും ഫെബ്രുവരി 22-ന് സുനീരെ തങ്ങളുടെ കടയിൽ വരുന്നത് പോലീസിനോട് പറഞ്ഞിരുന്നു. പിന്നീട് ഇരുവരും കൂറുമാറിയോടെ കോടതി ഇത് നിഷേധിച്ചു. ആലപ്പുഴയിൽ അർക്കാഡിയ ഹോട്ടലിൽ ജീവനക്കാരിയായ ഷേർലി അജിത്തും കൂടുമാറിയതിൽ ഉൾപ്പെടുന്നു. ദിലീപും നടൻ മുകേഷും സൗണ്ട് തോം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് അവിടെ താമസിച്ചിരുന്നു. പൾസർ സുനിയും മുകേഷും അവിടെ ഉണ്ടായിരുന്നു താമസിച്ചിരുന്നു എന്നാണ് ഷേർലി പറഞ്ഞത്. സുനി മുമ്പ് മുകേഷിന്റെ പേഴ്സണൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. മുകേഷ് കോടതിയിൽ നിന്ന് ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ദിലീപും മുകേഷും അവിടെ താമസിച്ചിരിക്കുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന രേഖകളും അന്വേഷണ സംഘത്തിന് ഹോട്ടലിൽ നിന്ന് നൽകി. എന്നാൽ വിചാരണ വേളയിൽ അക്കാര്യം നിഷേധിച്ച ഷേർലി ഒരു ഹോട്ടൽ രജിസ്റ്ററിലും പോലീസിന് കൈമാറിയിട്ടില്ലെന്നും അങ്ങനെ ചെയ്ത ആരെയും താൻ അറിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞു. 2013 കൊച്ചിയിലെ ഹോട്ടൽ അബാദ് പ്ലാസയിൽ നടന്ന അമ്മ സാംസ്കാരിക പരിപാടിയിൽ റിഹേഴ്സലിനിടെ നടന്ന കൂടിക്കാഴ്ചയാണ് ഈ ആരോപണത്തിന്റെ കേന്ദ്രബിന്ദു. ദിലീപ് ആദ്യം സുനിയെ ബന്ധപ്പെട്ടിരുന്നു എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. കാവ്യമാധവൻ പോലീസിന് നൽകിയ ആദ്യ മൊഴി പ്രകാരം അബാദ റിഹേഴ്സൽ വേദിയിൽ വെച്ച് അതിജീവിത ദിലീപിനൊപ്പമുള്ള തന്റെ ഫോട്ടോ എടുത്തെന്ന് മഞ്ജുവിന് അയച്ചു കൊടുത്തു എന്നാണ്. ഇത് ദിലീപിനെ പ്രകോപിപ്പിച്ചു. എന്നാൽ വിചാരണ വേളയിൽ കാവ്യ ഇത് നിഷേധിച്ചു എന്നാണ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദ ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദിലീപ് പ്രകോപിതനാകുന്നതിന് മുമ്പ് അതിജീവിതർ കേസ് ക്യാമ്പിൽ തന്നോട് മോശം വാക്കുകൾ പറയുന്നുണ്ടെന്ന് കാവ്യ സിദ്ദിഖിനോട് പരാതിപ്പെട്ടു. തുടർന്ന് സിദ്ദിഖ് അതിജീവിതയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ദിലീപ് പെൺകുട്ടിയെ വേദിയിൽ വെച്ച് പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും തീ കൊളുത്തുമെന്ന പരാമർശം നടത്തിയെന്നും ഭാമയും സിദ്ദിഖും ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നു. മഞ്ജുവിനോട് തന്റെ ബന്ധം വെളിപ്പെടുത്തിയതിൽ അതിജീവിതയോടെ ദിലീപിന് കടുത്ത ദേഷ്യമുണ്ടെന്ന് ഇരുവരും ആദ്യം സമ്മതിച്ചിരുന്നു. എന്നിരുന്നാലും കോടതിയിൽ അത്തരമൊരു കാര്യം കണ്ടതോ കേട്ടതോ അറിയുന്നതോ അവർ നിഷേധിച്ചു. ദിലീപ് തന്റെ അവസരം നഷ്ടപ്പെടുത്തിയതിനെതിരെ അതിജീവിത പരാതി നൽകിയപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ ഇടവേള ബാബു 2017 ജൂലൈയിൽ പോലീസിന് നൽകിയ ആദ്യ മൊഴിയിൽ അത് അംഗീകരിക്കുകയും അവരുടെ പരാതി സത്യാവസ്ഥ താൻ വിശ്വസിക്കുന്നുവെന്ന് സമ്മതിക്കുകയും ചെയ്തു. അമ്മ ഇത്തരം പരാതികൾ രേഖകൾ സൂക്ഷിക്കാറില്ലെന്ന് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. എന്നാൽ പരാതിയെക്കുറിച്ച് ദിലീപുമായി നേരിട്ട് സംസാരിക്കുകയും അനാവശ്യ കാര്യങ്ങൾ ഇടപെടരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും കേസിന്റെ വിചാരണയ്ക്കെതിരെ അദ്ദേഹം പിന്മാറി. സിനിമകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കാര്യം അതിജീവിത തന്നോട് പറഞ്ഞിട്ടില്ലെന്നും പരാതി നൽകിയിട്ടില്ലെന്നും ബാബു പറയുകയും ചെയ്തു.
ഞാൻ പോലീസിൽ മൊഴി നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. ദിലീപ് തന്നോട് കൊടുത്തിരുന്ന ദേഷ്യത്തെക്കുറിച്ച് അതിജീവിത സഹോദരത്തോട് തുറന്നു പറഞ്ഞിരുന്നു. നടിമാരായ ഗീതു മോഹൻദാസ്, സംയുക്ത വർമ്മ എന്നിവരോട് ദിലീപിന്റെ വിവാഹേതര ബന്ധത്തെക്കുറിച്ച് മഞ്ജുവിനോട് പറഞ്ഞെന്നും അവർ വിവരിച്ചു. അന്വേഷണ സംഘത്തിന് നൽകിയ ആദ്യ മൊഴിയിൽ അതിജീവിതയ്ക്കും ദിലീപിനും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് തനിക്ക് അറിയാമായിരുന്നുവെന്ന് നടി ബിന്ദു പണിക്കർ പറഞ്ഞു. എന്നാൽ 2020 വിചാരണയ്ക്കിടെ അവർ അത് നിഷേധിച്ചു. ദിലീപിന്റെയും കാവ്യയുടെയും കുടുംബാംഗങ്ങളിൽ നിന്നുള്ള നിരവധി പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി ഉൾപ്പെടുത്തിയിരുന്നു. നേരായ ചോദ്യങ്ങൾ പോലും സമ്മതിക്കാൻ വിസമ്മതിച്ചപ്പോൾ അവരെ കൂറുമാറുന്നതായി കണക്കാക്കി. കാവ്യയുടെ മാതാപിതാക്കൾ, സഹോദരൻ മിഥുൻ, സഹോദരി ഭാര്യ റിയ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു. ദിലീപിന്റെ സുഹൃത്തുക്കളായ നാദിർഷ, ബൈജു, സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവായ സൂരജ്, ഡൈബൾ അപ്പുണ്ണി, ഗാർഡർ ദാസൻ എന്നിവരും കൂറുമാറി. പൾസർ സുനിയോട് ദിലീപിനൊപ്പം കണ്ടതായി പോലീസിനോട് ആദ്യം പറഞ്ഞ ഷൈൻ എന്ന പ്രൊഡക്ഷൻ മാനേജരും കൂറുമാറി. നടി ചിപ്പിയുടെ ഭർത്താവ് രഞ്ജിത്ത് 2013 ഷാർജയിലും കൊച്ചിയിലും നടന്ന മഴവിൽ അഴകിൽ അമ്മ എന്ന പരിപാടി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്നു. മാർച്ച് 26 ഏപ്രിൽ 27 ഇടയിൽ കൊച്ചിയിലെ അബാദ് പ്ലാസി ഹോട്ടലിൽ വെച്ച് ഇതിന്റെ കേസ് നടന്നത്. പ്രോസിക്യൂഷൻ പറയുന്നതനുസരിച്ച് ദിലീപ് ഹോട്ടലിൽ 410 നമ്പർ മുറി അനുവദിച്ചു. അവിടെ ഇരയെ ആക്രമിക്കാനുള്ള ഗൂഢാലോചന ഭാഗമായി അദ്ദേഹം പൾസർ സുനിയെ കണ്ടു. എന്നാൽ തന്റെ മുൻ പ്രസ്താവന രഞ്ജിത്ത് നിഷേധിച്ചു. റിഹേഴ്സൽ സമയത്ത് ദിലീപ് ഹോട്ടലിൽ താമസിച്ചിരുന്നുവെന്നാണ് രഞ്ജിത്ത് പറയുന്നത്.